IPL-ലെ കരീബിയൻ കരുത്ത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. IPL ലേലത്തിൽ കിട്ടിയ കാശിനേക്കാൾ ഒരു 10 മടങ്ങ് കൂടുതൽ നന്നായി പണിയെടുക്കുന്നവർ. അതാണ് IPL-ലെ കരീബിയൻസ്. IPL-ലെ 3 കരുത്തരായ കരീബിയൻ കരുത്തുകളായിരുന്നു ക്രിസ് ഗെയിലും കിറോൺ പൊള്ളാർഡും ബ്രാവോയും. ഗെയിൽ അധികകാലം കളിച്ചിരുന്നത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടിയായിരുന്നു. റോയൽ ചലഞ്ചേഴ്സിന് മറക്കാനാവാത്ത ഒരുപാട് ഇന്നിങ്സ് അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. ക്രിസ് ഗെയിൽ ക്രീസിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ 6-ന്റെയും 4-ന്റെയും പെരുമഴയായിരുന്നു ആ സമയങ്ങളിൽ. ഇപ്പോഴും IPL-ൽ ഒരു ബാറ്റ്സ്മാൻ നേടുന്ന ഏറ്റവും കൂടിയ വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് ഇപ്പോഴും ക്രിസ് ഗെയിലിന്റെ കയ്യിൽ തന്നെയാണ്. 66 പന്തുകളിൽ 175 റൺസ് ആണ് ക്രിസ് ഗെയിൽ അന്ന് അടിച്ചു കൂട്ടിയത്. അത് തകർക്കാൻ ഇതുവരെ ആർക്കും ആയിട്ടുമില്ല. മുംബൈയുടെ കരുത്തുറ്റ ബാറ്റ്സ്മാനും ഓൾറൗണ്ടറുമായിരുന്നു കിറോൺ പൊള്ളാർഡ്. ഒരു ഓൾറൗണ്ടർ കരുത്ത് എന്ന നിലയിൽ മുംബൈ ഇന്ത്യൻസിനെ ഒരുപാട് കളി വിജയത്തിലേക്ക് എത്തിക്കാൻ പൊള്ളാർഡിന് സാധിച്ചിട്ടുമുണ്ട്. അത് ബാറ്റിംഗിലായാലും ബോളിംഗിലായാലും ഒരുപോലെ തന്നെയായിരുന്നു. ഒരു ഫിനിഷറുടെ കുപ്പായമായിരുന്നു പൊള്ളാർഡ് എപ്പോഴും മുംബൈ ഇന്ത്യൻസ് നിരയിൽ അണിഞ്ഞിരുന്നത് എന്ന് പറയാം. വിജയലക്ഷ്യം എത്രയധികം ദൂരെയാണെങ്കിൽ പോലും പൊള്ളാർഡ് ഉള്ളപ്പോൾ മുംബൈ ഇന്ത്യൻസ് നിരയ്ക്ക് അതൊരു ആത്മവിശ്വാസമായിരുന്നു. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് അവസാനം വരെ കഴിയുകയും ചെയ്തു. അതുപോലെ തന്നെ ചെന്നൈയുടെ വജ്രായുധമായിരുന്നു ബ്രാവോ. ബോളറിന്റെ കുപ്പായമാണ് ധരിച്ചിരുന്നെങ്കിലും ഇടയ്ക്ക് ബാറ്റ്സ്മാൻ ചുമതലയിൽ ഏറ്റെടുക്കാറുമുണ്ട് ഇദ്ദേഹം. നിർണായക സമയങ്ങളിൽ വിക്കറ്റ് നേടാനും നിർണായക സമയങ്ങളിൽ ബാറ്റ് ചെയ്ത് വിജയിപ്പിക്കാനുമുള്ള കഴിവാണ് ബ്രാവോയുടെ ഏറ്റവും വലിയ കരുത്ത്. അത് സീസണിലുടനീളം നമ്മൾ കണ്ടിട്ടുമുണ്ട്. ബ്രാവോയും ഒരു ഓൾറൗണ്ടർ ശൈലിയിലാണ് കളിക്കളത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ഗെയിലും പൊള്ളാർഡും ബ്രാവോയും ഇല്ലാത്ത ഒരു സീസണായിരുന്നു 2024, അതായത് ഈ സീസൺ. പക്ഷേ ഈ സീസണിലെ കുറച്ച് കളികൾ തന്നെ ആ കരീബിയൻ കരുത്തിനെ നമുക്ക് വീണ്ടും കാണാൻ സാധിച്ചു. കൊൽക്കത്തയ്ക്ക് വേണ്ടി കളിക്കുന്ന സുനിൽ നരൈനും ആന്ദ്രെ റസലും നിക്കോളാസ് പൂരനും. ഈ കരീബിയൻ കരുത്ത് 2024 IPL സീസണെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സുനിൽ നരൈനും ആന്ദ്രെ റസലും കൊൽക്കത്തയ്ക്ക് വേണ്ടിയാണ് കളിക്കളത്തിൽ ഇറങ്ങുന്നത്. ലക്നൗ സൂപ്പർ ജയൻസിന് വേണ്ടിയിട്ടാണ് നിക്കോളാസ് പൂരൻ കുപ്പായം അണിയുന്നതും. അതുകൊണ്ട് തന്നെയല്ല ഇനിയുള്ള മത്സരങ്ങളും ഈ കരീബിയൻ കരുത്ത് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്നലത്തെ മത്സരത്തിൽ, അതായത് ഇന്നലെ നടന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരത്തിൽ നമുക്ക് അത് ഒന്നുകൂടി കാണുവാൻ കഴിഞ്ഞു. 20 ഓവറിൽ കൊൽക്കത്ത അടിച്ചുകൂട്ടിയത് 272 റൺസ്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസിന് 166 റൺസ് മാത്രമേ കണ്ടെത്താൻ സാധിച്ചുള്ളൂ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി ആദ്യം ബാറ്റ് ചെയ്യാൻ ഓപ്പണിംഗിനെത്തിയത് സുനിൽ നരൈനും ഫിൽ സാൾട്ടുമായിരുന്നു. 18 റൺസ് മാത്രം എടുത്ത് സാൾട്ട് മടങ്ങി. പിന്നീട് സുനിൽ നരൈന്റെ ഊഴമായിരുന്നു. ഒരു സ്പിൻ ബൗളർ ആയിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് ഒരു ഓപ്പണർ പദവി കൊടുത്തത് ഗൗതം ഗംഭീർ ആണ്. അതും അദ്ദേഹം ക്യാപ്റ്റനായിരുന്ന കൊൽക്കത്തയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ ആ വിശ്വാസം സുനിൽ നരൈൻ കാത്തു സംരക്ഷിക്കുന്നു എന്ന് പറയാം. അത് ഇന്നലെ ഗംഭീറിനെ സാക്ഷിയാക്കി സുനിൽ നരൈൻ വീണ്ടും തെളിയിച്ചു. 39 ബോളിൽ 7 6ഉം 7 4ഉം അടക്കം 85 റൺസാണ് സുനിൽ നരൈൻ ഇന്നലെ അടിച്ചു കൂട്ടിയത്. ഒരു ഒന്നൊന്നര ഇന്നിങ്സ് എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഇടംകയ്യൻ ബാറ്റ്സ്മാന്റെ ബാറ്റിൽ നിന്ന് പിറക്കുന്ന ബൗണ്ടറികളും സിക്സറും കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരുന്നു ഇന്നലെ. ഡൽഹി ക്യാപിറ്റൽസ് ബോളർമാർക്കെല്ലാം കണക്കിന് കൊടുത്തു ഇന്നലെ സുനിൽ നരൈൻ. എന്നാൽ സ്കോർ 164 നിൽക്കുമ്പോൾ സുരേൻ നരൈൻ വീണു. 12.3 ഓവർ. സുനിൽ നരൈന്റെ വിക്കറ്റ് വീണപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് താരങ്ങൾ ഒന്ന് ആശ്വസിച്ചു. പക്ഷേ ആശ്വാസത്തിന് അധിക നേരം ആയുസ് ഉണ്ടായിരുന്നില്ല. അടുത്തതായി ക്രീസിലെത്തിയത് വെടിക്കെട്ട് ബാറ്റ്സ്മാനായ ആന്ദ്രെ റസൽ, മറ്റൊരു കരീബിയൻ കരുത്ത്. സുനിൽ നരൈൻ നിർത്തിയെടുത്ത് നിന്ന് റസൽ തുടങ്ങി. റസൽ അടിച്ചു കൂട്ടിയത് 19 ബോളിൽ 41 റൺസ്, അത് 4 6ന്റെ അകമ്പടിയോടെ. ഡൽഹി ക്യാപിറ്റൽ താരങ്ങൾ വെള്ളം കുടിച്ചു എന്ന് പറയേണ്ടി വരും. അതുകൂടാതെ രഘുവംശി എന്ന ചെറുപ്പക്കാരൻ പയ്യന്റെ ഇടിവെട്ട് ഇന്നിങ്സും 27 ബോളിൽ 54. അതുകൂടി ആയപ്പോൾ ഡൽഹി താരങ്ങളുടെ അവസ്ഥ വളരെയധികം ദയനീയമായിരുന്നു. പിന്നീട് വന്ന ശ്രേയസ് അയ്യർ 18 റൺസ് എടുത്ത് മടങ്ങുകയും ചെയ്തു. അതിനുശേഷം റിങ്കു സിംഗിന്റെ വരവായിരുന്നു. ബെസ്റ്റ് ഫിനിഷർ എന്നൊക്കെ തന്നെ പറയാം അദ്ദേഹത്തെ കുറിച്ച്. എപ്പോഴും റിങ്കു സിംഗിൽ നിന്ന് ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രതീക്ഷിച്ചിരുന്ന ആരാധകർക്ക് ഇന്നലെ ഒട്ടും നിരാശപ്പെടേണ്ടി വന്നില്ല. റിങ്കു സിംഗ് അടിച്ചു കൂട്ടിയത് 8 ബോളിൽ 26 റൺസ്.
അങ്ങനെ തലങ്ങും വിലങ്ങും ഡൽഹി ക്യാപിറ്റൽ ബോളർമാരെ കൊൽക്കത്തയുടെ ബാറ്റ്സ്മാൻമാർ പഞ്ഞിക്കിട്ടു എന്ന് പറയാം. ഋഷഭ് പന്തിന് ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കാൻ മാത്രമേ അപ്പോൾ കഴിഞ്ഞിരുന്നുള്ളൂ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹിക്ക് തുടക്കം തന്നെ പിഴച്ചു. 18 റൺസ് എടുത്ത വാർണറും 10 റൺസ് എടുത്ത പൃഥ്വി ഷായും കൂടാരം കയറി. എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ച മിച്ചൽ മാഷും അഭിഷേക് പോറലും സംപൂജന്മാരായി പവലിയനിലേക്ക് മടങ്ങുകയും ചെയ്തു. ഡൽഹി നിരയിൽ അല്പമെങ്കിലും പിടിച്ചു നിന്നത് ഋഷഭ് പന്തും സ്റ്റംസും മാത്രമാണ്. 25 പന്തിൽ 55 റൺസ് നേടി പന്ത്, അതുപോലെ 32 പന്തിൽ 54 റൺസ് നേടി സ്റ്റംസ്. എന്നാൽ അവരുടെ വിക്കറ്റുകൾ കൂടി വീണതോടെ ഡൽഹി ക്യാപിറ്റൽസ് പൂർണ്ണമായി തകർന്നടിഞ്ഞു. 17.2 ഓവറിൽ 166 റൺസിന് എല്ലാവരും ഔട്ടായി. കൊൽക്കത്തയ്ക്ക് 106 റൺസിന്റെ വമ്പൻ വിജയം. ഒരുപക്ഷെ ആന്ദ്രെ റസലിന്റെയും സുനിൽ നരേന്റെയും ഇന്നിംഗ്സ് ഇല്ലായിരുന്നുവെങ്കിൽ കഥ ഒരുപക്ഷെ മാറിയേനെ. അതുകൊണ്ട് ഒരു IPL സീസണിലും കരീബിയൻ കരുത്തിനെ തള്ളിക്കളയാൻ പറ്റില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. 2024 സീസണിൽ ഇനിയും മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. സീസണിലുടനീളം നമുക്ക് ഇനിയും ഈ കരീബിയൻ കരുത്ത് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം.